അച്ഛ, എനിക്ക് രാജേഷ് ഏട്ടനെ മറക്കാൻ പറ്റില്ല. ഞങ്ങള് തമ്മില് 5 വർഷത്തെ പ്രണയമാ. അത് അച്ഛൻ അംഗീകരിച്ചില്ല. പക്ഷെ എനിക്ക് രാജേഷ് ഏട്ടനെ മറക്കാൻ പറ്റില്ല അച്ഛ. എനിക്ക് ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി പോവാൻ തീരുമാനിച്ചു. മോളെ, നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഈ അച്ഛനും അമ്മയ്ക്കും തന്ന സമ്മാനം കൊള്ളാം. എന്തായാലും നിനക്ക് ഇന്നലെ കണ്ട ആ രാജേഷിനെ മതിയല്ലോ. കൊള്ളാം മോളെ, കൊള്ളാം. മോളെ, അച്ഛൻ പറയുന്നത് കേക്ക്. ഈ അച്ഛനെ അമ്മേനേക്കാളും വലുതാണോ നിനക്ക് ആ രാജേഷ്? മോള് പൊക്കോ. മോള് സന്തോഷത്തോടെ ജീവിക്ക്. ഈ അച്ഛനും അമ്മയ്ക്കും ആർക്കും വേണ്ട. അയ്യോ, എന്തു പറ്റി മോളെ? അച്ഛന് വയ്യ മോളെ. അയ്യോ അച്ഛ, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ. അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടെയും പോകുന്നില്ല. അച്ഛനെ അമ്മേനെ വിഷമിച്ചോണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല. അച്ഛൻ പറയുന്നത് കേട്ട് ഞാൻ വേറൊരാൾ വിവാഹം കഴിച്ചോളാം. പോരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ രാജേഷ് ഏട്ടനെ മറക്കാം. നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് കല്യാണം നടത്തി തരാൻ വയ്യല്ലോ. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുവാ. ഇനി നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനും അമ്മേനേക്കാളും വലുതാണല്ലോ നിനക്ക് ഇന്നലെ കണ്ട ഏതോ ഒരുത്തൻ. ഇനി ഒരു വാക്ക് അച്ഛൻ അവനെ പറ്റി പറഞ്ഞാണ്ടല്ലോ. എന്റെ പൂക്കിനെ പറ്റിയാണോ അച്ഛൻ ഈ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ 2 മാസമായിട്ട് ഇഷ്ടത്തിലാ. ആ ഇഷ്ടം എന്താ അച്ഛൻ കാണാത്തത്? എനിക്ക് അവനെ മറന്നൊരു ജീവിതമില്ല അച്ഛ. എടി, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ആ മനുഷ്യനോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒറ്റ മോളല്ലേന്ന് കരുതി നിനക്ക് വേണ്ടി പലതും സാക്രിഫൈസ് ചെയ്ത് ഇല്ലാത്ത പൈസ മുടക്കി ലോൺ എടുത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നിന്നെ പഠിപ്പിക്കാൻ വിട്ട് ഈ അച്ഛനെ അമ്മേനെ ഇപ്പൊ നിനക്ക് വേണ്ടല്ലേ? എന്നെ കോളേജ് വിടുന്ന കാര്യമൊന്നും അച്ഛൻ പറയല്ലേ. എന്നെ കോളേജ് കഴിഞ്ഞ് ഭദ്രമായിട്ട് ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ ഈ വീട്ടിൽ കൊണ്ടാക്കുന്ന ആരാന്നറിയോ? അവനെ മറക്കാനോ ഞാൻ? നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കരുത്, ഫോൺ മേടിച്ചു കൊടുക്കരുതെന്ന്, കേട്ടോ? ശരിയാ നിന്റെ അമ്മ പറഞ്ഞത്. ഇല്ലാത്ത പൈസ മുടക്കി നിനക്ക് ഫോൺ മേടിച്ച് തന്നതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. ഫോൺ മേടിച്ചെന്ന കാര്യമൊന്നും പറയല്ലേ അച്ഛാ. എനിക്ക് മാസം 350 രൂപയുടെ റീചാർജ് ചെയ്ത് തരുന്നതേ അവനാ. എനിക്ക് അവനെ മറക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും അവന്റെ കൂടെ പോകും. അപ്പോ നീ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? അയ്യോ, എന്തു പറ്റി? വല്ല ഗ്യാസും കയറിയതായിരിക്കും. അമ്മ കുറച്ച് വിക്സ് വല്ലതും പരത്തി കൊടുക്കും. ഞാൻ ഇറങ്ങുവാ.